അപ്പൊ ഇങ്ങോട്ട് ക്ഷണിക്കാതിരിക്കുന്നത് ക്ഷണിച്ചെന്തിനാണെന്നാ ചോദിച്ചത്? ഇതെന്താ, പെണ്ണുങ്ങളെ കാണുന്ന ഇഷ്ടമല്ലേ? ഞാൻ ഒത്തുപോകുന്നതായിരിക്കും. ഞാൻ അങ്ങോട്ട് കയറി ആർക്കും മുഖം കൊടുക്കാറില്ല. നിന്റെ മുഖം കാണാൻ പലരും വരുമായിരിക്കും. പക്ഷെ അക്കൂട്ടത്തിൽ എന്നെ കണക്കാക്കരുത്. അങ്ങനെ കണക്കാക്കിയെങ്കിൽ ഞാൻ അങ്ങോട്ട് ആളെ അയക്കുന്നു. ദിവാൻ പേഷ്കാർ വന്നാൽ പോലും തിരിഞ്ഞു നോക്കാത്തവളാണ് ഞാൻ. പിന്നെ പരമേശ്വരനെ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി. എടുക്കണി കയ്യെ ഓക്കെ. നിനക്ക് സർവാധികാരികളും പ്രമാണിമാരും ഒക്കെ കാണും. നീ ഒന്ന് ചിരിച്ചാൽ അവനൊക്കെ പട്ടികളെ കൊലപാലാക്കും. പക്ഷെ എന്നെ അവന് കിട്ടൂ. ഞാൻ വെള്ളായണി പരമുവാണ്, ഓർമ്മയിൽ. നമ്മള് പാത്രങ്ങളൊക്കെ അസുഖമായിട്ട് പൂശില്ലേ? പാത്രത്തിന്റെ കൂടെ അച്ഛന്റെ വടി എന്തിനാ പൂശിയത്? പ്രമാണി എങ്ങനെ വടിയല്ലേ? അതും വയസ്സായി കാണും. മൂപ്പരുടെ തലമുടി പോലെ അതോട്ട് വെളുത്തിരിക്കട്ടെ. നമ്മൾ അച്ഛൻ കണ്ട ഓടിക്കും. ഓടാൻ തയ്യാറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെന്താ? നമ്മൾ വന്നത് ലക്ഷ്മിക്കുട്ടിയോട് രഹസ്യം പറയാനാണ്. എന്ത് രഹസ്യം? പരമൂളിനെ ഇന്ന് രാത്രി കുഞ്ഞിനെ കാണാൻ ആ കുളക്കള ഇവിടെ കാത്തു നിൽക്കും. തോറ്റമ്പായിട്ട് കേൾക്കാനാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നാ വരുമോ? അറിയരുത്. ഇല്ല, പരമശേഷനോട് തീർച്ചയായും വരാൻ പറയണം. അത് നമ്മളെ അവൻ അത്രയ്ക്കാണ്. അക്കമ്മ എന്ന് വിചാരിച്ചാ അവൻ എന്നോട് പറഞ്ഞത്. ഏതായാലും രാത്രി അവൻ കുളപ്പുരമാണിയിൽ വരട്ടെ. അവന്റെ കാര്യം ഞാൻ വെട്ടിയെടുക്കും. നീ എന്തൊരു മണ്ടത്തെ അവിടെ കാണിച്ചത്? ലക്ഷ്മിക്കുട്ടിയോട് പറയാനുള്ള കാര്യം പോയി ആളക്കുട്ടിയോട് പറഞ്ഞിരിക്കുന്നു. അവള് കൈയോട് ഒരു അമ്മയോട് പറഞ്ഞു കാണിച്ചു. ഇനി ലക്ഷ്മിക്കുട്ടി പുറത്തേക്ക് വിടുവോ? പുറത്തേക്ക് വിടണ്ട. പിന്നെ ഞാനെങ്ങനെ ലക്ഷ്മിക്കുട്ടി കാണുന്നത്? നിങ്ങൾ കിടന്ന് പിടയ്ക്കാറല്ല, കുട്ടി പാറോന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളവരോട് പറഞ്ഞത്. എന്തിനാ? അതല്ലേ നമ്മുടെ പുതിയ ഷൂണ്ട് വന്നോ? നിങ്ങളുടെ ഷൂണ്ട് വന്നോ? അണ്ണാ, അണ്ണന്റെ മാമ ഉണ്ടല്ലോ, ചൈത്താൻ മാമ, അയാൾ ആ വീട്ടിലുള്ളത്തോളം കാലം പഴക്കം വിചാരിച്ചാൽ പോലും അണ്ണന് ലക്ഷ്മിക്കുട്ടിയെ കാണാൻ സാധിക്കില്ല. ഇതാകുമ്പോ മാമൻ ആഴം കൂട്ടി അണ്ണനെ പിടിക്കാനായിട്ട് കുളത്തിന്റെ കരയിൽ കാത്തു. ആ സമയത്ത് അണ്ണൻ നാഴിക ചെയ്ത് ലക്ഷ്മിക്കുട്ടിയെ പിടിച്ച് വെളിയിലോട്ട് ഇറക്കി നേരം വിളിക്കുന്നത് തോട്ടം പാട്ട് പാടിയോ. എന്താ പോലെ കൊണ്ട് എങ്ങോട്ടായി പുറപ്പാട്? രാലികന്റെ കൂടെ മുടിപ്പുറയിൽ തോറ്റം പാട്ട് കേൾക്കാൻ പോവുക. നീ പോണ്ട. നല്ല പാട്ടുകാർ വന്നിട്ടുണ്ടെന്നാണ് കേട്ടത്. ഞാൻ ഒന്നും പൊയ്ക്കോട്ടെ സാർ. നിനക്ക് പോയാ തീരൂ അല്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ ഉദ്ദേശം നടക്കില്ല. എന്താ ഇവിടെ അതിനകത്തൊന്ന് പുറത്തിറക്കാൻ നോക്കിക്കോളൂ. കുളപ്പുര മഴയിൽ പോയി ഞാൻ അവനൊന്ന് തർക്കിച്ചിട്ട് വരാം. അപ്പച്ചി അരക്കകത്ത് കിടന്ന് നന്നായിട്ട് ഉറങ്ങിച്ചോ. പാറുക്കുട്ടി, എന്റെ പൊന്ന് പാറുക്കുട്ടിയല്ലേ, ഒന്ന് തുറക്ക് പാറുക്കുട്ടി. അച്ഛൻ മടങ്ങി വന്നിട്ട് അതിരാവിലെ തുറന്നുവിടാം. അപ്പച്ചി ഉറങ്ങിയോ? അത് മാത്രം വേണ്ട, പേടിക്കാതെ കിടന്നുറങ്ങിച്ചോ. ഞാനിവിടെ തന്നെ ഉണ്ട്. പലമുള്ള വന്നോ?
അച്ഛൻ കുളപ്പുരവാദിക്കൽ എന്നെ കാത്തു നിന്ന് പൊതുകളി കൊള്ളുകയാണ്. ചേട്ടൻ വന്നിട്ട് അച്ഛൻ എന്നെ ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ല. എല്ലാം എനിക്കറിയാം ലക്ഷ്മി. ഏതായാലും നീ എന്നെ മറന്നില്ലല്ലോ. ചേട്ടൻ നാട് വിട്ട് പോയെങ്കിലും എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്റെ പേരിൽ നിന്റെ അച്ഛൻ നിന്നെ വളരെയധികം ഉപദ്രവിച്ചുവെന്ന് എന്റെ അമ്മ പറഞ്ഞു. അതിനൊന്നും എനിക്ക് വിഷമമില്ല. ചേട്ടനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി. ലക്ഷ്മിക്കുട്ടി, നോക്ക്, നീ എന്റെ മുറപ്പെണ്ണാണ്. ആരൊക്കെ എതിർത്താലും നിന്റെ വീട്ടിൽ വന്ന് നിനക്ക് പുടവതെന്ന് ഞാൻ വിളിച്ചോണ്ട് പോകും. നീ എന്റെ കൂടെ വരാൻ തയ്യാറാണ്? ഞാൻ ജീവിച്ചിരിക്കുന്നതേ ചേട്ടന് വേണ്ടി മാത്രമാണ്. ലക്ഷ്മിക്കുട്ടി, ഞാൻ പേടിച്ച് കിടങ്ങിപ്പോയി. വീട്ടിന്റെ കൂടെ അച്ഛാ, ഞാൻ പരമേട്ടന്റെ പുറപ്പെട്ടാണ്. നടക്കട്ടെ, എന്നെ കൊണ്ടായിട്ട് പരമേട്ടൻ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ പോകും. അപ്പോ പപ്പുവിന്റെ അന്തരവൻ അത്രയ്ക്ക് ആഭാസനാണോ? നാടിമാർക്ക് വെളിപ്പുരം മുറ്റത്ത് പോകാൻ പ്രാണഭയമാണ് സ്വാമി. ഓഹോ, ഒരു ദിവസം ഈ പരവുള്ള ഇവിടെ വന്നു ഒറ്റമ്മയെ പരിഹരിക്കാൻ. എന്ത് പരിഹരിക്കാനോ? ആമേ, സ്വാമി പരിഹരിക്കുന്നത് പോലെ. എന്നിട്ട് പരിഹരിച്ചോ? ഞാൻ സമ്മതിക്കുമോ സ്വാമി? നല്ലപോലെ കെഞ്ചി നോക്കി, ഞാൻ ചൂലെടുത്തു. മിടുക്കി, മിടുക്കി. സ്വാമി, ഇപ്പോഴവൻ 9ാം ഉത്സവത്തിന് മുടിപ്പുര നടയിൽ ആട് വെട്ടാൻ സമ്മതിക്കില്ലെന്നാ പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, ഒരു 4 മുപ്പടി പോലീസിനെ അങ്ങനെ ഇറക്കളയാം. എന്താ? അതുകൊണ്ട് കാര്യമില്ല സ്വാമി. അനന്തരാവകാശം എന്ന നിലയിൽ അവനും ക്ഷേത്രകാര്യങ്ങൾ ഇടപെടാൻ അവകാശമുണ്ട്. പിന്നെന്താ ചെയ്യാ? ആ സ്വാമി, ഞാൻ ശുചീന്ദ്രത്ത് തൊഴാൻ പോയപ്പോ ഒരു അഭ്യാസിയെ പരിചയപ്പെട്ടു. അയ്യോ, അങ്ങനത്തെ പരിചയപ്പെടലല്ലേ. അയാൾക്ക് ചില്ലും ചിലവും കൊടുത്ത് ഉത്സവം തീരുന്നവരെ ഇവിടെ താമസിപ്പിച്ചാൽ പരമന്റെ തന്ത പോലും അന്വേഷിക്കും. എന്താ പപ്പു, അവനെ ഇങ്ങോട്ട് വലിക്കാലോ? നല്ല കാര്യമാണ്. എന്നാ ഇന്ന് തന്നെ വിളിപ്പിച്ചോളൂ.